Hey all, welcome back to our YouTube channel Mom's Cake. ഇന്ന് പോരാടം ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ടാണ് ഞാനും മോനും ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. എന്നും ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഓനും എൻ്റെ കൂടെ തന്നെ വരും. അപ്പം ഇവനും അത് ലേറ്റ് ആയാലും നേരത്തെ ആയാലും എൻ്റെ കൂടെ തന്നെ എഴുന്നേറ്റ് വരുത്താം. അപ്പോൾ ഇതാണ് വിച്ചുവിൻ്റെ പ്ലേയിങ് പാർട്ട്ണർ, വീട്ടിലത്തെ പ്ലേയിങ് പാർട്ട്ണർ. രാവിലെ തന്നെ ഇതിൻ്റെ കൂടെ നടത്തം, ഇരുത്തം, ഭക്ഷണം കഴിക്കൽ, ഭക്ഷണം കൊടുക്കൽ എല്ലാം ഇവൻ്റെ കാര്യമാണ്. അപ്പം ഇപ്പോൾ ഈ രാവിലത്തെ പരാക്രമങ്ങളാണ് ഈ കാണുന്നത്. ഇത് ചിലപ്പോൾ ഒരു ഫൈറ്റിൽ വരെ അവസാനിക്കലുണ്ട്. അങ്ങനെ ഇവർ അംഗൻവാടിയിൽ വെച്ചിട്ട് ചെറിയൊരു ഓണം സെലിബ്രേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിന്. അങ്ങനെ അവർ കൊടുത്ത ടാസ്ക് അവൻ്റെ അമ്മേനെ കൊണ്ട് പായസം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ രാവിലെ തന്നെ അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. സാധനമെല്ലാം ഞാൻ തലേന്ന് വാങ്ങിക്കൊണ്ട് വച്ചിട്ടുണ്ടായിന്. അപ്പോൾ രാവിലത്തെ തിരക്ക് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു ഐറ്റം ആണെന്ന് എനിക്കും തോന്നി. പാലട പായസം ഇതാകുമ്പോൾ ഇല്ലേ, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യേണ്ട ആവശ്യമേ എന്ന് എനിക്ക് തോന്നി. വലിയ പണിയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ പായസം ഓൾമോസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ മോനും ഞാൻ ഒരുങ്ങി റെഡിയായി നിന്നിട്ടുണ്ട്. ഈ ഒരുങ്ങിക്കെട്ടി പോകുന്നത് അംഗൻവാടിയിലാണ് ആൾക്കറിയില്ല. കാരണം പനി പിടിച്ചിട്ട് കുറച്ച് ദിവസം ലീവായി പോയിട്ടുണ്ടായിന്. അപ്പോൾ പോകാനുള്ള ഇൻട്രസ്റ്റ് എല്ലാം പോയി. ശരിക്കും പറഞ്ഞാൽ ആളൊന്നും റെഡി ആയിട്ടില്ല. ഇപ്പം പിന്നെ ഓണസദ്യ എന്നാ, ഓണാഘോഷം എന്നാ ഒന്നും ആൾക്കറിയില്ല. അതെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ്. എപ്പോഴും ചെരുപ്പ് പോലും ഞാൻ ഇട്ട് കൊടുക്കണം. ഇന്ന് അച്ചാച്ചൻ്റെ വീട്ടിൽ പോകാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അച്ചാച്ചൻ്റെ വീട്ടിൽ പോകുന്നതെന്ന് വിചാരിച്ചിട്ട് അമ്മ ഞാൻ ഒറ്റക്ക് ഇട്ടോളാം എന്നെല്ലാം പറഞ്ഞിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതാ ഒറ്റക്ക് 2 ചെരുപ്പ് ഇട്ടിട്ട് നിന്നിട്ടുണ്ട് ആൾ. നമ്മൾ ഒരു എന്താ പറയുക, ഒരു 10:30-11 മണിയാകുമ്പോൾ ഏകദേശം ആ ഒരു സമയത്തെത്തി. പിന്നെ മാക്സിമം പൂക്കൾ അവർ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിന്. നമുക്ക് പിന്നെ പൂക്കളൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളവിടെ എത്തുമ്പോഴത്തേനും പൂക്കളെല്ലാം ഇട്ട് സെറ്റാക്കിയിട്ടുണ്ടായിന്. പിന്നെ കുറച്ച് പേരെ വന്നിട്ടുള്ളൂ. എല്ലാ മക്കൾക്കും, ചെറിയ മക്കൾക്കെല്ലാം എല്ലാവർക്കും പനിയായതുകൊണ്ട് എല്ലാവരും ലീവ് വരും. അപ്പോൾ ഇവർ പ്ലാൻ ചെയ്ത പ്രോഗ്രാം എന്ന് വെച്ചാൽ കുറച്ചധികം പ്രോഗ്രാമെല്ലാം വെക്കാമെന്ന് വിചാരിച്ച് കസേരക്കളി അങ്ങനത്തെ കുറച്ച് ഗെയിമും കാര്യങ്ങളെല്ലാം നടത്താമെന്ന് വിചാരിച്ച് നിന്നതാണ്. പ്ലാൻ ചെയ്തതേനു. പക്ഷെ മക്കൾക്കെല്ലാം പനിയായതുകൊണ്ടും എല്ലാവരും കുറേ ആൾക്കാർ പാരൻസ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് അതെല്ലാം ക്യാൻസൽ ചെയ്യേണ്ടി വന്ന്. പിന്നെ ഇവൻ്റെ ഫേവറേറ്റ് ടോയ് എന്ന് പറയുന്നത് ഗണ്ണേനു. അത് തപ്പിക്കൊണ്ടിരിക്കുന്നതാണ്. അത് കിട്ടിയാലും പിന്നെ അതിനെ കൊണ്ട് കളി എല്ലാവരും ഷൂട്ട് ചെയ്യലും അങ്ങനെയല്ല ആയി. പിന്നെ ഒരു 12:30 ആകുമ്പോഴത്തേനും എല്ലാവരും ചേർന്ന് സദ്യേൻ്റെ കാര്യങ്ങൾ ഒരുക്കി തുടങ്ങി. അവരവർ കൊണ്ടുവന്ന ഐറ്റംസ് എല്ലാം ടേബിളിൽ സെറ്റാക്കി വെച്ച് ഒരുവിധം എല്ലാ ഐറ്റംസും ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും ഇലയിട്ട് അങ്ങനെ സദ്യ ഒരുക്കി തുടങ്ങി. പിന്നെ വിച്ചു ആണെങ്കിൽ 2 വാരിലെ വാരി മതിയാക്കി. പിന്നെ നിർബന്ധിച്ച് ഇരുത്തി കഴിപ്പിക്കലായി. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മമാരെല്ലാം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. മക്കളെല്ലാം നിർത്തിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. അതായത് പൂക്കളത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ടീച്ചറും മക്കളും എല്ലാവരും നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. പിന്നെ ഇവരെ ഇത് ശൈല ടീച്ചർ, ഇത് ആയ, രജിതേച്ചി വെച്ച് ഫോട്ടോ കിട്ടാൻ വലിയ പാടാണ്. ഇവരെ എടുപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ഒരാൾ റെഡിയാക്കി നിർത്തുമ്പോൾ മറ്റേ ആൾ ഓടും. അതുപോലെയാണ് ഇവരെ കാര്യം.
ഇതാണ് ഇവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആവൂസ്, അവ്യുക്ത് എന്ന പേര്. പിന്നെ ഇവർ മുറ്റത്ത് നിന്ന് കളിയായി, രണ്ടാളും ഒരേ കളിയായി. ഇവരെ രണ്ടാളും ഒരു കോമൺ ഫ്രണ്ടുണ്ട്, ശ്രാവണ. മോൾക്ക് പനിയായതുകൊണ്ട് ഇന്ന് വരാൻ പറ്റിയിട്ടില്ല. രണ്ടാളും രാവിലെ തൊട്ടേ പറയുന്നുണ്ട് ശ്രാവണ വരൂലേ ശ്രാവണ വരൂലേ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവൾ വന്നിട്ടില്ല, തീരെ വയ്യ എന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് വന്നിട്ടില്ല. അതിൽ രണ്ടാൾക്കും നല്ല വിഷമമുണ്ട്. കാരണം രണ്ടാളും എന്താ പറയുക, നല്ല ഗെറ്റപ്പിൽ വന്നതേനു. ഓണം സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് മുണ്ടെല്ലാം ഇട്ടിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതേനു. പക്ഷെ ആള് വന്നിട്ടും ഇല്ല ഇന്ന്. അങ്ങനെ നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. അപ്പം വീട്ടിൽ നിന്ന് പറയുന്നത് അച്ഛൻ്റെ വീട്ടിൽ പോകാമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെനിക്ക് തീരെ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് പിന്നെ പോകാമെന്നും പറഞ്ഞ് സമാധാനിപ്പിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.